അങ്ങനെ പറഞ്ഞു ഉണ്ണിക്കുട്ടൻ്റെ കല്യാണം ആവാറായി. കല്യാണം ആയി കഴിഞ്ഞാൽ അറിയാലോ, പുതിയ ഡ്രസ്സ് മുഖ്യം പികിൽ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോത്തീസിലേക്ക് അങ്ങോട്ട് വച്ച് പിടിച്ചു. ആൻഡ് ഞങ്ങൾ 3 പേരും കൂടിയാണ് പോത്തീസിലേക്ക് പോയത്. നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കലൂർ ജംഗ്ഷനിൽ ഇറങ്ങി പിന്നെ പോത്തീസിലേക്ക് നമ്മൾ പോയി. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കയറി. അവിടെ അത്യാവശ്യം നല്ല സാരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം പോത്തീസ് സെലക്ട് ചെയ്യാൻ കാരണം തന്നെ സാരി നോക്കുന്നത് കൊണ്ടാണ്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉള്ളൊരു ഷോപ്പാണ്. ദെൻ നമ്മൾ ഓരോ സാരീസൊക്കെ എടുത്ത് നോക്കി. നമ്മൾ ആദ്യം നോക്കിയത് സ്കൈ ബ്ലൂ ആണ്. പിന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഓക്കെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ നേരത്തെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആൻഡ് ആസ് വെൽ എസ് ഒരുപാട് എന്താ പറയുക വെറൈറ്റി ഉണ്ട്. ദെൻ ഞങ്ങൾ ഓരോന്ന് വെച്ച് നോക്കി. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കണ്ണ് മാറില്ല. പിന്നെ അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ വെച്ച് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ അതൊക്കെ ഒന്ന് ഉടുത്തൊക്കെ നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. ദെൻ സിസ്റ്റർ ഇൻ ലോയും എടുത്തു. ആളും സാരി വെച്ചൊക്കെ നോക്കി ആളും സാരി എടുത്തു. അങ്ങനെ നമ്മൾ സാരീസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് ബാക്ക് ടു ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു. കുറച്ച് കമ്മലൊക്കെ നോക്കാനുണ്ടായിരുന്നു. പക്ഷേ കമ്മലൊന്നും നമുക്ക് ബോധിച്ചില്ല. നമ്മളതങ്ങനെ തന്നെ അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം അവിടെ വാട്ടർ ബോട്ടിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പായതുകൊണ്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. നിങ്ങൾ ആരെങ്കിലും പോത്തീസിൽ ഡ്രസ്സ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ട് കയറേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് കാലിക്കറ്റ് നോട്ട്ബുക്ക്. കാരണം അടിപൊളി ഫുഡാണ്. ഇത്രയും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഓൾറെഡി നമ്മൾ 4 മണിയായി അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ ഒരെണ്ണം നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ പൊറോട്ടയൊക്കെയാണ് കഴിച്ചത്. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷയില്ല ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്വാളിറ്റി ആയിക്കോട്ടെ. ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ മെട്രോയിൽ കയറി. നമ്മൾ തിരിച്ച് ബാക്ക് ടു നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തി. ദെൻ നമ്മൾ ആകെ കൺഫ്യൂഷനിലാണ്. കാരണം ഇത് എങ്ങനെ പോകും? 3 പേരുണ്ട്, ഇത്രയും ലഗേജ് ഉണ്ട്. പക്ഷെ നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കി നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി ഉണ്ണിക്കുട്ടൻ്റെ കല്യാണത്തിന് കാണാം. ടാറ്റാ ബൈ ബൈ.